ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു തോർച്ചയില്ല 2 ദിവസമായിട്ട്. പല സ്ഥലത്തും പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് ഒരുമിച്ച് ദുആ ചെയ്യാം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എത്ര ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ സുബഹിയോടുകൂടി എണീച്ച് പണികളൊക്കെ ചെയ്ത് തീർക്കാൻ തുടങ്ങി. രാവിലെ എണീച്ച ഉടനെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ആടിനെ കറക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ തന്നെ ആടിനെ കറക്കുന്നുണ്ട്. ആടിനെ കറക്കണത് ഉമ്മച്ചിയാണ്. ഒരാടും ഒരു കുഞ്ഞുമുള്ളത്. 1 കപ്പ് പാല് മാത്രം കിട്ടാറുള്ളൂ കേട്ടോ. അത് നമ്മൾ പാൽപ്പൊടി കൂട്ടി ചേർത്തിട്ട് ഞങ്ങൾ ചായക്ക് ഉപയോഗിക്കാറ്. അപ്പോൾ ആടിൻ്റെ കഞ്ഞിയും ചായയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി തലേ ദിവസം വെള്ളയപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളയപ്പം കടലക്കറി ആവാന്ന് വിചാരിച്ചു. രാവിലെ കടലക്കറി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ തലേ ദിവസം രാത്രി കടല വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വെക്കുക. അപ്പോൾ കടലക്കറി നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ കടലക്കറി തയ്യാറാക്കുമ്പോൾ നോർമൽ ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ടിപ്പ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ വളരെ ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ചിരവേണി കാണിക്കുന്നത് തണ്ടൽ വേദനയ്ക്കുള്ളവർക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഇരിങ്ങാലക്കുട സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 300 രൂപ റേറ്റിനാണ് ഞാൻ മേടിച്ചത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം, മറക്കരുത്. നല്ല സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ചിരവേണിയാണിത്. അങ്ങനെ ഓരോരുത്തർ മാറി മാറി ഓരോരോ പണികൾ ചെയ്ത് തീർക്കുന്നുണ്ട്. അപ്പോൾ അപ്പവും കടലക്കറിയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഉമ്മച്ചി കഞ്ഞിക്ക് തീ കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ജാതിക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ ഇങ്ങനെ നല്ലൊരു ഡ്യൂട്ടിയും അത് പറക്കിക്കൊണ്ട് വരിക. മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് കറക്റ്റ് പറക്കില്ല എന്നുണ്ടെങ്കിൽ നശിച്ചു പോകും. അങ്ങനെ കഞ്ഞിക്ക് തീ കൂട്ടി അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിള്ളേരാരും എണീക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ട് തുണികളൊക്കെ അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് ഞങ്ങൾ 3 ആളും കൂടി, അതായത് ഇത്തയും ഉമ്മച്ചി ഞാനും കൂടി പുറത്തൊക്കെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി മഴയുടെ തോർവനുസരിച്ച് ഞങ്ങളൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. അതായത് കിണറ്റിൽ മോട്ടറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കണമല്ലോ, എല്ലാവർക്കും സേഫാണോ എന്നൊക്കെ നോക്കി. അപ്പോഴും ചെറുതായിട്ട് മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാര്യമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സേഫാണ്. ഇത്താത്തയുടെ വീട്ടിൽ വെള്ളം കയറാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത്താത്ത പോകാനുള്ളതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മക്കളും സ്വന്തം ഉമ്മയുടെ അടുത്ത് വന്ന് നിന്ന് പോകുമ്പോൾ ഉമ്മച്ചിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുപോകണത് ഭയങ്കര ഇഷ്ടമാണില്ല. അതുപോലെ തന്നെ അവളും ഒരു ലഗേജ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടെ നാസ്തയൊക്കെ കഴിച്ചു. പിള്ളേർ ഹാപ്പി തന്നെയാണ്. അവർക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്തായാലും റാണി ദേവതയും കൊച്ചുട്ടീനെയും സ്റ്റോറിയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ എല്ലാവരുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വരെയുള്ള പാത്രങ്ങളെല്ലാം കഴുകിക്കഴിഞ്ഞ് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തു. ഈ കാണിച്ചിരിക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡ് ബോക്സ് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും വാങ്ങാം. ഞാൻ തിരുങ്ങാലക്കുട ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. 150 രൂപ റേറ്റായി. നമുക്ക് ലിക്വിഡ് അധികം വേസ്റ്റ് ആവാതെ യൂസ് ചെയ്യാൻ വേണ്ടി വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ പണിയും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട എല്ലാവരും കൂടി പാത്രങ്ങളൊക്കെ അടുക്കി ഒതുക്കി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ ഫുൾ ക്ലീൻ ചെയ്തു. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് വെച്ചാൽ ഉച്ചക്കലത്തെ ഫുഡിനുള്ള കറി തയ്യാറാക്കുകയാണ്. പതിവില്ലാതെ ഞങ്ങൾക്ക് മീൻ കിട്ടി, അതുകൊണ്ട് തന്നെ എല്ലാവരും ഹാപ്പിയാണ്.
ഒരു തോർച്ച കണ്ടെങ്കിലും പുറത്ത് നല്ല പോലെ മഴ ഇപ്പോഴും പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അയിലയും ചെമ്മീനാണ് കിട്ടിയേക്കണത്. കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് മീനൊക്കെ കിട്ടിയിട്ട് ട്രിപ്പിൾ ലോക്ക്ഡൗണും അങ്ങനെ എല്ലാം കൊണ്ടും തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വീട്ടിൽ ഞങ്ങൾക്ക് ഹോം ഡെലിവറി കിട്ടുന്നില്ലെങ്കിലും ഇതിൻ്റെ കാര്യത്തിൽ ഭയങ്കര കഷ്ടം തന്നെയായിരുന്നു. പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കൊറോണ വാട്ടർ തയ്യാറാക്കലാണ് മെയിൻ ഡ്യൂട്ടി. അതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതുപോലെ കുരുമുളക് പൊടി, പിന്നെ 2-3 അല്ലി നാരങ്ങ കൂടി ചേർത്ത് നല്ലപോലെ വെള്ളം തിളപ്പിച്ചെടുക്കുക. ഞാൻ പെരയൊക്കെ അടിച്ച് വാരി ക്ലീൻ ചെയ്തു. ഇത് ഞാനുണ്ടാക്കിയ സാനിറ്റൈസറാണ് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനൊന്നും കുഴപ്പമില്ല. ഇത് പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാനൊക്കെ നല്ലത് തന്നെയാണ്. ഇത് വീടിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ്, ചപ്പിക്കുടിയ മാങ്ങ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇതൊക്കെ കഴിച്ച് കുറച്ച് സമയമൊക്കെ കളഞ്ഞു. ചോറ് റെഡിയായ അടുപ്പിൽ തന്നെ ഉമ്മച്ചി കറിയും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി അയിലക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. 2 മീനും കൂടെ തയ്യാറാക്കിയില്ല. ചെമ്മീൻ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വെച്ചു. അയിലക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി അയിലക്കറിയാണ്. അങ്ങനെ ഉച്ചക്ക് എല്ലാ പണിയും കഴിഞ്ഞ് ളുഹറോടുകൂടി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തയ്യാറായി. മീനുള്ളതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടൊന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഡിങ്ങൊക്കെ കഴിഞ്ഞ് പതിവില്ലാണ്ട് പിള്ളേർ മഴയൊക്കെ കാരണം പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ കൊച്ചു ടി വിയും കണ്ട് അവരിങ്ങനെ കിടക്കുകയാണ്. നല്ല മഴക്കൊരു തോർച്ച കണ്ടപ്പോൾ എല്ലാവരും 4 മണിയൊക്കെ ആയപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി കട്ടൻ ചായയൊക്കെ തിളപ്പിച്ച് ഏലക്കായൊക്കെ ഇട്ട കട്ടൻ ചായയും പിന്നെ അതുപോലെ അരാറോട്ട് ബിസ്ക്കറ്റൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ച്. തറവാട്ടിലും വീട്ടിലൊക്കെ ആയിട്ട് ചക്കക്ക് വലിയ ക്ഷാമമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലോക്ക്ഡൗൺ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഉമ്മച്ചിയുടെ ഉമ്മയുടെ ആണ്ടും കൂടി കാരണം നല്ല അടിപൊളി ടേസ്റ്റി ചക്കക്കൊക്കെ റെഡിയാക്കി യാസിനൊക്കെ ഒതിയിട്ട് കഴിക്കാൻ വേണ്ടി. അപ്പം അതൊക്കെ നിങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും മരിബോടുകൂടി നിസ്കാരമൊക്കെ കഴിഞ്ഞ് മൗലൂദും യാസീനൊക്കെ ചൊല്ലി. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.